ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ടേസ്റ്റി യമ്മി അവൽ റെസിപ്പിയാണ് നോക്കാൻ പോണത്. ഒരു പാൻ വെക്കുക. നല്ല ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഗീ ഒഴിച്ച് കൊടുക്കുക. ഏത് ഗീ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഹോം മെയ്ഡാണോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണോ, ഏത് ഗീ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഗീ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ, ഗീ എല്ലാം ഒന്ന് മെൽറ്റ് ആവട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ ഷെയർ ചെയ്യണേ. ഗ്രേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ്സ് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കോക്കനട്ട് നെയ്യിൽ തന്നെ കൂടുതൽ മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് മതിയാവും. റീസൺസ് ആണ്, ഉണക്ക ദ്രാക്ഷയാണ് എടുത്തിട്ടുള്ളത്, ഉണക്ക മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ നെയ്യിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ ഇവിടെ 1/2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്തോളാം. ജസ്റ്റ് ഒന്ന് 30 സെക്കൻഡ്സ് വരെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ്, ഏത് നട്ട്സ് വേണോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജാഗ്രി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൗഡർഡ് ജാഗ്രിയാണ്. നിങ്ങൾക്ക് പൗഡർഡ് ഇല്ലെങ്കിൽ പീസായിട്ടുള്ള ജാഗ്രിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 2-3 സ്പൂൺ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ജാഗ്രി എല്ലാം ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയാണ് ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ജാഗ്രി മെൽറ്റ് ആവണ വരെ ജസ്റ്റ് നമുക്കൊന്ന് ഇത് സോട്ടേ ആക്കി കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ റെഡ് കളർ അവലാണ് എടുത്തിട്ടുള്ളത്. ഹിന്ദിയിൽ പോഹ എന്ന് പറയും. ഇത് നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര നിങ്ങൾ എടുത്തോളി. റെഡോ വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഏത് അവലും ഇഷ്ടം നിങ്ങൾക്ക് അത് എടുത്തോളി. ഞാൻ ഇവിടെ 2 കപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഡ്രിങ്കിങ് വാട്ടറിൽ 3 പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്യാം. ഇതുപോലെ ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിനർ വെച്ചിട്ട് 3-4 വെള്ളത്തിൽ വാഷ് ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് ആ വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ട് ഡ്രെയിൻ ആക്കിയിട്ട് എടുക്കണേ. നന്നായിട്ട് കൈയെല്ലാം ഒന്ന് മിക്സ് ആക്കി. ഇതിൽ കളർ ഉണ്ടാവും, അപ്പോൾ അതും നമുക്ക് നല്ലതല്ല. ജസ്റ്റ് കണ്ട എത്ര ഡേർട്ടി ആയിട്ടുണ്ട് വാട്ടർ, കളറൊക്കെ ആയിട്ട് അതിൻ്റെ അവലിൻ്റെ. 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡ്രെയിൻ ആക്കിയിട്ട് സൈഡിൽ മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ ഡ്രെയിൻ ആയി പോവും. ഇപ്പോൾ ഇതാ നമ്മളുടെ ഈ മിക്സിലെ കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്, ജാഗ്രി പൗഡർ, പിന്നെ നമ്മൾ റേസിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതാണിത്, അതിൻ്റെ സിറപ്പാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് അത് മെൽട്ടായിട്ടുണ്ട് നന്നായിട്ട് ജാഗ്രി. ഇപ്പോൾ നമ്മൾ ഡ്രെയിൻ ആക്കി വെച്ചിട്ടുണ്ടായില്ലേ ഈ അവൽ, റെഡ് കളർ അവൽ, അതാണ് മിക്സ് ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. ചൂടാവണമെന്നില്ല, ജസ്റ്റ് ആ ജാഗ്രി മെൽറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തത്, ഫ്ലെയിം ഓൺ ചെയ്തത്. ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഇതാ നമ്മളുടെ ടേസ്റ്റി യമ്മി ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അത് വളരെ ടേസ്റ്റി അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വന്നിട്ട് ഡയറ്റ് അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെയ്റ്റ് റിഡ്യൂസിങ്ങിന് എല്ലാത്തിനും വളരെ നല്ല ഒരു ഹെൽത്തി ഒരു സ്നാക്കാണ്. നമ്മൾ ടേസ്റ്റി യമ്മി അവൽ കൊഴിച്ചത് അല്ലെങ്കിൽ സ്വീറ്റ് അവൽ റെസിപ്പി ഇവിടെ തയ്യാറാണ്. നിങ്ങൾ തയ്യാർ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ ഷെയർ ചെയ്യണേ. ഇത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അത്രയും നല്ല സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഡയറ്റ് ചെയ്യണവർക്കും സ്വീറ്റ് ടെംപ്റ്റായി അത് കഴിക്കാൻ പറ്റും. താങ്ക് യു.